ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചക്കക്കൂട്ടാനാണ്. പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ സ്റ്റൈലിലുള്ള ചക്കക്കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അതിനായി നല്ലൊരു കുട്ടൻ ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്ലാവിൽ തന്നെ ഉണ്ടായതാണ്. ചെറിയൊരു തൈ പ്ലാവ് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ഒരു 2-3 ഉണ്ടായി. ഈ പ്രാവശ്യം ഒരു 10 ചക്ക ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് മൂത്തത് 2 ഇട്ട് ഒന്ന് മോൻ്റെ വീട്ടിലും കൊടുത്ത്, ഒന്ന് ഞങ്ങളെടുത്ത അയൽവാസികളും എല്ലാവർക്കും കൊടുക്കണം. പിന്നെ ഇതിങ്ങനെ 2ആയി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് ടൈം അതിൻ്റെ വിളഞ്ഞിൽ അരിച്ചു പോകാൻ വേണ്ടി വെച്ച് കൊടുത്ത്, വിളഞ്ഞിലെ കൊത്തിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അത് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത ചക്ക പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ നുറുക്കിയെടുത്ത കഷ്ണങ്ങൾ മുഴുവനും ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാം. 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് ഞാൻ എടുത്തത്. അതിൽ ഇടാൻ മാത്രം പാകത്തിനുള്ള ചക്കയാണ് ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തത്. മുഴുവനായിട്ടുള്ള കുരു അതിലുണ്ട്. എന്തെങ്കിലും കുരു കൂടെ ഇട്ട് കൊടുക്കണം എന്ന് പഴയ ആൾക്കാർ പറയുന്നത് കേൾക്കാം. അതിൻ്റെ അതൊന്നും എനിക്കറിയില്ല. ഇനി അതിലേക്ക് ആവശ്യമായ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ചക്കയിലേക്ക് ആവശ്യമായ 2 ചെറിയ ടീസ്പൂണിന് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി ചക്ക വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ഒരു കപ്പിനൊരു കപ്പാണ് ഒഴിച്ചു കൊടുത്തത്. അവനവൻ്റെ ചക്കയുടെ വേവിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എൻ്റെ ചക്കക്ക് വേവ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അത് സ്റ്റൗവിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണിവ: 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, ഇവിടെ അല്ലി, 1/2 മുറി തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ തരച്ച് എടുത്തിട്ടുണ്ട്. അത് അപ്പോഴേക്കും പ്രഷർ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായി ഇളക്കി കൊടുക്കാം. അത് വെന്ത് ഉടഞ്ഞ ചക്ക കൂട്ടാൻ ഇഷ്ടമുള്ളവർക്ക് ആ കൈ കൊണ്ട് കുത്തി കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇനി അരച്ചെടുത്ത അതിലേക്ക് തേങ്ങയും ഉള്ളികളും ജീരകവും കുരുമുളകും എല്ലാം കൂടെ അരച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിക്കരക്കുന്നത് പോലെ നന്നായി അരച്ചിട്ടില്ല, ചെറുതായി ക്രഷ് ചെയ്തല്ല, ചെറിയൊരു ഇതിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പച്ചത്തേങ്ങ അരച്ചൊഴിച്ചാൽ പിന്നെ കൂടുതൽ സമയം വെക്കരുത്. കൂടുതൽ സമയം സ്റ്റൗവിൽ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റൗവിൽ കൂടുതൽ സമയം വെക്കരുത്. ഒന്ന് തള വന്നു എന്നില്ല വിചാരിച്ച് എടുത്ത്, അതിലാണ് ആ പച്ചത്തേങ്ങയുടെ ടേസ്റ്റ് നഷ്ടപ്പെടാതിരിക്കുക. അതിൽ മുഴുവനായ കുരുണ്ട്, അത് തൊലി കളഞ്ഞ് നമുക്ക് കഴിക്കാം, പോഷകങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാതെ. ഇനി ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കടുക് ഇട്ട് കൊടുത്ത്, കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്ക് കടുക് വറുത്തെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നല്ല ടേസ്റ്റിയായ ചക്കക്കൂട്ടാനായിരിക്കും ഇത്. ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. വീണ്ടും ഒരു വീഡിയോയുമായി വരാം, ഇൻഷാ അല്ലാഹ്.